ആകാശവാണി. നമസ്കാരം. കാർഷിക ഭക്ഷ്യമേഖലയിലെ സ്ത്രീ പങ്കാളിത്തം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. കൃഷിയും ഭക്ഷ്യമേഖലയുമാണ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളുടെ കാര്യമെടുത്താൽ ഏറിയ പങ്കും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഏറെ നിർണായകമാണ്. ഭക്ഷ്യോൽപാദനം, സംസ്കരണം, വിതരണം, കാർഷിക ഗവേഷണം എന്നിവയിൽ വനിതകൾ ഗണ്യമായ സംഭാവന നൽകുന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെ പരിപോഷിപ്പിക്കുകയും കാർഷിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സംഭാവനകൾ വളരെ വലുതാണ്. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന കാഴ്ചപ്പാടോടെ മറ്റെല്ലാ മേഖലയ്ക്കുമൊപ്പം കാർഷിക മേഖലയിലെയും സ്ത്രീ പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തി കാർഷിക ഭക്ഷ്യമേഖലയിലെ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് ന്യൂഡൽഹിയിൽ 3 ദിവസത്തെ ആഗോള സമ്മേളനം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ്, ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് ഫോർ ഇന്റർനാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച്, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി എന്നിവ സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കാർഷിക ഭക്ഷ്യമേഖലയിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നയരൂപീകരണവും ആവാസ വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ കാർഷിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾ വഹിക്കുന്ന സ്തുത്യർഹമായ പങ്കിനെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്തു. കാർഷിക ഭക്ഷ്യമേഖലയിലെ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന ആഗോള സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിച്ചു. കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് എന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിതയ്ക്കൽ, വിളവെടുക്കൽ, സംസ്കരണം, വിളകൾ വിപണിയിലെത്തിക്കൽ തുടങ്ങി എല്ലാ കാർഷിക പ്രവർത്തനങ്ങളിലും സ്ത്രീകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. സംസ്ഥാന കാർഷിക സർവകലാശാലകളിലെ ആകെ വിദ്യാർത്ഥികളിൽ 50% പെൺകുട്ടികളാണെന്ന് രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. മികച്ച അക്കാദമിക പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഈ പെൺകുട്ടികളെ കൃഷി, ഭക്ഷ്യധാന്യ മേഖലയിൽ നേതൃനിരയിലേക്ക് ഉയരാൻ പ്രാപ്തമാക്കുന്നതിനായി സാധ്യമായ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും കാർഷിക മേഖലയിലെ എല്ലാ ഗുണഭോക്താക്കളുടെയും ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. വനിതാ കർഷകർക്ക് നേതൃസ്ഥാനത്തേക്ക് വരാൻ ആവശ്യമായ ശാക്തീകരണം നൽകുക എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. It is important to encourage leadership among women who are engaged in agriculture, especially agri-food system. India has chosen the strategy of women-led development. Women in agriculture sector should get a greater role in policy formulation, decision-making and leadership positions. Larger participation in women at all levels in the sector will promote gender-inclusive agricultural growth. Women farmers should be helped in issues concerning formal and land titles, technical knowledge, financial resources and other support systems. സ്ത്രീകളുടെ കാർഷിക രംഗത്തെ മുന്നേറ്റം കണക്കിലെടുത്ത് 2026 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരുന്നു. കാർഷിക ഭക്ഷ്യമൂല്യ ശൃംഖലകളിൽ ഉടനീളം ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ നേതൃത്വപരമായ പങ്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് ഈ പ്രഖ്യാപനം ആഹ്വാനം ചെയ്യുന്നു. കാർഷിക മേഖലയുടെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് ലിംഗസമത്വത്തിൽ അധിഷ്ഠിതമായ കാർഷിക വളർച്ചയ്ക്ക് ഊർജം പകരുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഭൂമിയുടെ ഔദ്യോഗിക ഉടമസ്ഥാവകാശം, സാങ്കേതിക അറിവ്, സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വനിതാ കർഷകർക്ക് വേണ്ട പിന്തുണ നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളെയും കർഷക ഉൽപാദന സംഘങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ കാർഷിക മേഖലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ ഫലപ്രദമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. മനുഷ്യർ എന്ന നിലയിൽ ചിന്തയിലും പ്രവൃത്തിയിലും ലിംഗസമത്വത്തിന് പ്രത്യേക മുൻഗണന നൽകണമെന്ന് രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. കൃഷി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും ഫലപ്രദമായ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിലൂടെ നമുക്ക് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ മാത്രമല്ല, ഈ ഭൂമിയെ കൂടുതൽ സഹിഷ്ണുതയുള്ളതും സമാധാനപൂർണവുമായ ഇടമാക്കി മാറ്റാനും കഴിയുമെന്ന് ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്ക് വ്യക്തമായ പ്രാധാന്യം നൽകിക്കൊണ്ട് പുരോഗതിയിലേക്കുള്ള വഴികൾ കണ്ടെത്താനും പുതിയ ഉയരങ്ങൾ കീഴടക്കാനും ഇത്തരം സമ്മേളനങ്ങളിലൂടെ സാധിക്കുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഇന്ന് നമുക്ക് രാജ്യത്തുടനീളം കാണാൻ സാധിക്കും. വിത്ത് വിതയ്ക്കൽ മുതൽ വിളവെടുപ്പ് വരെ വിവിധ പ്രവർത്തനങ്ങൾ സ്ത്രീകൾ ഏറ്റെടുത്തു ചെയ്യുന്നു. കൂടാതെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കൽ, വിപണനം എന്നിവയിലൂടെ ഭക്ഷ്യമേഖലയ്ക്കും വനിതകൾ ചെറുതല്ലാത്ത സംഭാവന നൽകുന്നു. അച്ചാറുകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത ഭക്ഷണങ്ങൾ തുടങ്ങിയ ചെറുകിട ഭക്ഷ്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളും നിരവധിയാണ്. വൃത്തിയും ശുദ്ധവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനൊപ്പം കുടുംബങ്ങൾക്ക് അധിക വരുമാനവും ഇതിലൂടെ ലഭിക്കുന്നു. കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ ഗ്രൂപ്പുകളും സഹകരണ സ്ഥാപനങ്ങളും ചേർന്ന് സ്ത്രീകളെ കാർഷിക സംരംഭകത്വത്തിലേക്കും പ്രാദേശിക വിപണികളിലും മുൻനിരയിലെത്താൻ പ്രാപ്തമാക്കുന്ന ശക്തമായ വേദികൾ ഒരുക്കി നൽകുന്നുണ്ട്. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നവസംരംഭകയായ ഇടുക്കി മണക്കാട് സ്വദേശിയായ അമ്പിളി ആകാശവാണിയോട്. എൻ്റെ പേര് അമ്പിളി. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് വന്ന സാമ്പത്തിക ക്രൈസിസിൽ ഞങ്ങളും വളരെയേറെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ എങ്ങനെ ഫാമിലിയെ സഹായിക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ചെറിയ പാചക കലയെ ഞാൻ ഓർമ്മിച്ചത്. അപ്പോൾ ഭർത്താവിനോട് ആലോചിച്ച് കഴിഞ്ഞപ്പം നമുക്കും തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ടച്ച് പിക്കിൾസ് എന്ന പേരിലൊരു സംരംഭം തുടങ്ങി. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ അച്ചാറുകൾ. ഞങ്ങളത് ആദ്യം ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിന് അങ്ങനെയൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അവരത് നല്ല അഭിപ്രായം പറയുകയും നമുക്കത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഓർഡറുകൾ അവർ തന്നെ തരുകയും ചെയ്തു. കൂട്ടുകാർ അവരുടെ കൂട്ടുകാരിലേക്കും അത് അറിയിക്കുകയും അങ്ങനെ ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് ഓർഡറുകൾ ലഭിക്കുകയും ചെയ്തു. കുറച്ച് സമ്പാദ്യങ്ങൾ എൻ്റെ കയ്യിൽ വരികയും ഞാനത് ഫാമിലിയിലേക്ക് തന്നെ ചിലവഴിക്കുകയും ചെയ്തു. കുറച്ച് ബുദ്ധിമുട്ടുകൾ മാറാനും പറ്റി. വളരെയേറെ ബുദ്ധിമുട്ടി. ഇപ്പൊ ഞാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുകയും എനിക്കും ആത്മാഭിമാനത്തോടെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റി. ജൈവ വൈവിധ്യവും സുസ്ഥിര കൃഷിരീതിയും നിലനിൽക്കുന്നതിലും സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. വിത്തുകൾ, മണ്ണിന്റെ ആരോഗ്യം, തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രകൃതിദത്ത കൃഷിരീതികൾ എന്നിവയെക്കുറിച്ചുള്ള പരമ്പരാഗത അറിവുകൾ പ്രാദേശിക വിള ഇനങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തെ ഒന്നാകെയാണ് സഹായിക്കുന്നത്. കാർഷിക മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകാനായിട്ടും സ്ത്രീകൾക്ക് പലപ്പോഴും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. സാമൂഹികവും സാംസ്കാരികവുമായ തടസ്സങ്ങൾ സ്ത്രീകൾ നേരിടേണ്ടി വരാറുണ്ട്. ഈ വെല്ലുവിളികളെ മറികടന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം, വായ്പാ സൗകര്യങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യ, കാർഷിക പരിശീലനം എന്നിവയിൽ സ്ത്രീകൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളെ സാമൂഹികമായും സാമ്പത്തികമായും ശാക്തീകരിക്കുന്നത് വഴി കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും സാധിക്കും. സംസ്ഥാനത്തെ മികച്ച യുവ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശിയായ ജൈവ കർഷക ആശ ഷൈജു ആകാശവാണിയോട്. കൃഷി രംഗത്തേക്ക് ഞാൻ വരുന്നത് 14 വർഷങ്ങൾക്ക് മുമ്പാണ്. 13.25 സെന്റിലാണ് ആദ്യമായി ഞാൻ കൃഷി ഇറക്കുന്നത്. അന്ന് അവിടെ പാവലും പടവലവും പീച്ചിലും മുളകും ഒക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഈ പച്ചക്കറികൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയോടുകൂടി നിന്ന സമയമായിരുന്നു. എനിക്ക് തോന്നി എന്തുകൊണ്ട് ഈ കൃഷി ഇച്ചിരി കൂടി വിപുലീകരിച്ച് ചെയ്തുകൂടാ എന്നുള്ളത്. അതിൽ നിന്ന് എനിക്ക് ഒരു ചെറിയൊരു വരുമാനവും കിട്ടിത്തുടങ്ങി. അപ്പോൾ കൃഷിയിലേക്ക് കൂടുതൽ ഞാൻ അടുക്കാൻ തുടങ്ങി. മണ്ണിനെ സ്നേഹിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണൊരിക്കലും നമ്മൾ ചതിക്കില്ല. സ്ത്രീകള് പ്രധാനമായും കൃഷിയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ പച്ചക്കറി കൃഷികൾ നമ്മുടെ അടുക്കളത്തോട്ടം നിർമ്മിച്ച് നമ്മൾ ചെയ്യുന്നത്, അതേപോലെ തന്നെയായിരിക്കും നമ്മൾ എത്ര വലിയ കൃഷിയിടങ്ങളിൽ ചെന്നാലും ചെയ്യുന്നത്. നല്ലൊരു വരുമാന മാർഗമായി കൃഷി എനിക്ക് തരുന്നുമുണ്ട്. തരിച്ചു കിടക്കുന്ന ഒരുപാട് ഭൂമിയുണ്ട് നമ്മുടെ ഇവിടെ. നമുക്കറിയാം പുറത്ത് നിന്ന് കിട്ടുന്ന ഓരോ പച്ചക്കറികളും എന്തുമാത്രം കൊടിയ വിഷമടിച്ച് വരുന്നതാണെന്നുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ മണ്ണിൽ തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. പുറത്തുനിന്ന് ആരുടെയും സഹായമില്ലാണ്ട് തന്നെ. നമ്മുടെ മണ്ണും ഫലഭൂഷ്ടമായ മണ്ണാണ്. കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ വേറൊരു ബോസ് ഇല്ല എന്നതും കൂടിയാണ്. ആരോഗ്യപരമായ ഒരു വ്യായാമം കൂടിയാവും കൃഷി. ഭക്ഷ്യസുരക്ഷയും സുസ്ഥിര വികസനവും കൈവരിക്കുന്നതിന് കാർഷിക മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഇന്ന് വനിതാ പ്രാതിനിധ്യം ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ചെറുകിട സമ്പാദ്യങ്ങളും ക്രെഡിറ്റ് സ്കീമുകളും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വിപണനവും തുടങ്ങി മൈക്രോ എന്റർപ്രൈസസുകൾ സൃഷ്ടിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഇന്ന് സ്ത്രീകൾ മുൻപന്തിയിലുണ്ട്. സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങളും വിഭവങ്ങളും അംഗീകാരവും ലഭിക്കുമ്പോൾ
കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ഗ്രാമീണ സമൂഹങ്ങൾ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാവുകയും ചെയ്യുന്നു. വനിതാ കർഷകരെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാരുകളും സംഘടനകളും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. സാമൂഹിക പുരോഗതിക്കും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ അധ്വാനം, അറിവ്, സമർപ്പണം എന്നിവ നിർണായകമാണ്. കൂടുതൽ ഉൽപാദനക്ഷമവും തുല്യവും സുസ്ഥിരവുമായ ഒരു ഭക്ഷ്യ സംവിധാനത്തിനും സ്ത്രീകൾ നയിക്കുന്ന രാഷ്ട്രവികസനത്തിനുമായി നമുക്ക് പ്രത്യാശിക്കാം. കാർഷിക ഭക്ഷ്യമേഖലയിലെ സ്ത്രീ പങ്കാളിത്തം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം കൃഷ്ണ പ്രകൃതി.